ആരോ ആരോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ സിനിമ ഫസ്റ്റത്തെ സീനുണ്ട്, മഹാബോറായിരുന്നു. ഫസ്റ്റ് എന്തിനാ അങ്ങനെ ഒരു സീൻ തന്നെ ആലോചിച്ചു. ഒരു കോളനി വെച്ചിട്ടുള്ളൊരു ആങ്ങളിയും പെങ്ങളിയുള്ള ഒരു തല്ല്, ഒരു വേണ്ടാത്തൊരു സീനായിരുന്നു. മഹാബോറായിരുന്നു തുടക്കം തന്നെ. പിന്നെ സിനിമ ഫുള്ള് തൃശ്ശൂരാണ്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനാണ് സിനിമയിൽ കൂടുതലുള്ളത്. തൃശ്ശൂർ അങ്ങനെ കാണുമ്പോൾ രസമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ മുറ്റയും അതൊക്കെ നല്ല രസമുള്ള ഒരു ലൊക്കേഷനൊക്കെ ആയിരുന്നു. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമയിൽ പെണ്ണുങ്ങളോട് കാണിക്കുന്ന ക്രൂരതകളാണ് സിനിമയിൽ മുഴുവനും ഈ സിനിമയിൽ ഫുള്ളായിട്ട് അടങ്ങിയിട്ടുള്ളത്. പെണ്ണുങ്ങളോട് പല രീതിയിൽ പല ആൾക്കാർ കാണിക്കുന്ന ക്രൂരതകളാണ് മെയിൻ പോയിൻ്റായിട്ട് സിനിമയിൽ വരുന്നത്. പിന്നെ സിനിമയിൽ കലാഭവൻ നവാസ് മഹാബോർ അഭിനയമായിരുന്നു. ഭയങ്കര ബോറ്, എന്ത് ഊള കോമഡികളൊക്കെ ആയിരുന്നു, തീരെ പോരായിരുന്നു. പിന്നെ അതുപോലെ ജോജു ജോർജിന് വലിയ റോളൊന്നും സിനിമയിലില്ല. പിന്നെ സിനിമ ഫസ്റ്റ് ഹാഫ് വരെ ഒന്നും മനസ്സിലാവില്ല, കോമഡി ഒന്നും തീരെ വർക്കൗട്ടല്ല. സിനിമയിൽ സസ്പെൻസ് ഒന്നുമില്ല. കാണുമ്പോൾ നമ്മൾ സസ്പെൻസ് ഉണ്ട് എന്നിരിക്കും. സസ്പെൻസ് എന്ന് പറയാൻ മാത്രം സസ്പെൻസ് ഒന്നുമില്ല, അത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിൽ ബോബി ചെമ്മണ്ണൂരിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അത് ബോബി ചെമ്മണ്ണൂരനാണെന്ന് ആർക്കും സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഓരോ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഒരു OTTയിൽ ഇറങ്ങേണ്ട സിനിമയുള്ളൂ, തിയേറ്ററിലുള്ള സിനിമ ഇല്ല. അത്രക്ക് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സിനിമ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമ വിശേഷങ്ങൾ ഉടൻ തന്നെ വരും. എല്ലാവർക്കും നമസ്കാരം, ബൈ.